ഇനിയൊരു വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ഐനാസ് മെറാക്കി എന്ന ആ വീട്ടിനുള്ളിൽ ഒരു മിടുക്കിയുടെ വിസ്മയ ലോകമുണ്ട്. സംഗീതത്തിലൂടെ, വരകളിലൂടെ അത്ഭുതങ്ങൾ തീർക്കുന്ന ഐന എന്ന ആർക്കിടെക്ചർ വിദ്യാർത്ഥിയുടെ അത്ഭുത ലോകം. ആ കാഴ്ചകളിലേക്ക്. കുഞ്ഞുനാളിൽ വീടിന്റെ ചുമരുകളിൽ പെൻസിൽ കൊണ്ട് കോറിയിടാൻ തുടങ്ങിയ ഐനയോട് ചുമരിലല്ല കടലാസിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് കടലാസും പേനയും ആദ്യമായി ഐനയുടെ കുഞ്ഞു കൈകളിലേക്ക് നൽകിയത് ഉമ്മ ഹൈറുനീസയായിരുന്നു. മകളിലൊരു കലാകാരിയുണ്ടെന്ന് അന്ന് തിരിച്ചറിഞ്ഞ ഉമ്മ അന്നു മുതൽ ഐനയിലെ ആ കലാകാരിക്ക് കൂട്ടായി ഒപ്പമുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മകൾക്ക് ആദ്യമായി ചിത്രരചനയ്ക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഇന്നും ആ ഉമ്മ നിധി പോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എത്ര സമ്മാനങ്ങൾ തനിക്ക് ലഭിച്ചാലും ആദ്യമായി ലഭിച്ച ഈ സർട്ടിഫിക്കറ്റാണ് തനിക്കെന്നും സ്പെഷ്യൽ എന്ന് ഐനയും പറയും. ചെറുതിലേ വരക്കും, ബട്ട് എനിക്ക് അത്ര സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല ചെറുതിലേ. അപ്പോൾ ഉമ്മ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യണം. ചെറുതിൽ ഗ്രേഡ് 1 പഠിക്കുമ്പോഴുള്ളൊരു സർട്ടിഫിക്കറ്റ് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ച് പിന്നെ അതെല്ലാം നോക്കി ഞാൻ മെല്ലനെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലായി വന്നു. അക്കാഡമിക്കലി നോക്കിയാലും ഞാൻ ഇപ്പോൾ ഇയർ 10 ബ്രിട്ടീഷ് കരിക്കുലം മാറിയാലും എനിക്ക് അതിൻ്റെ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് വന്ന് എനിക്കൊരു നല്ല മെൻറ്റോർ ഉണ്ടായിരുന്നു ഷാസിയ. ഓർ എന്നെ ഡിഫറെൻറ്റ് മീഡിയംസിലേക്ക് പുഷ് ചെയ്തു, കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു. പിന്നെ അങ്ങനെ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ആർട്ടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നത്. ഇതാണ് ഐനയുടെ ലോകം. ഈ മുറി നിറയെ ഐന വരച്ച ചിത്രങ്ങളാണ്. അക്രിലിക്, പെൻസിൽ ഡ്രോയിങ്, കോഫി പെയിന്റിംഗ്, വാട്ടർ കളർ, ഗ്വാഷ് ഉൾപ്പെടെ ചിത്രരചനയുടെ എല്ലാ മേഖലയിലുമുള്ള ചിത്രങ്ങൾ ഈ മുറിയിൽ എല്ലായിടത്തും കാണാം. ഉമ്മ ഹൈറുനീസയുടെയും ഉപ്പ ഷംസുദ്ദീൻ്റെയും ഉറച്ച പിന്തുണയിൽ കലാമേഖലയിലും സജീവമായി മുന്നോട്ടു പോകവേ ഐനയുടെ കഴിവുകൾ ഒരു സാധാരണ കുട്ടിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉയരത്തിൽ പറക്കാൻ ഐനയ്ക്ക് ചിറകുകൾ നൽകിയത് ജെയിംസ് വിൻചെസ്റ്റർ സ്കൂളിലെ അധ്യാപികയായ ഷാസിയായിരുന്നു. കലാമേഖലയിലെ ആകാശം കീഴടക്കാൻ ആ അധ്യാപിക ഐനയ്ക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. ഇതെല്ലാം വരച്ചത് ഈ കുട്ടി തന്നെയാണോ എന്ന് തോന്നും വിധം അത്രമേൽ വിസ്മയകരമായ ചിത്രങ്ങളാണ് ഐന തീർത്തിരിക്കുന്നത്. അക്രിലിക്കിൽ മനുഷ്യ മനസ്സിൻ്റെ അപൂർവ ഭാവങ്ങളും സ്വപ്നങ്ങളുടെ സഞ്ചാരവുമെല്ലാം വരച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ കണ്ണെടുക്കില്ലെന്നുറപ്പാണ്. ഒരു ചിത്രം കണ്ട് ഭയം തോന്നിക്കുക എന്നത് ഏറെ ശ്രമകരമായ സംഗതിയാണ്. പക്ഷേ ഐനയുടെ ഹൊറർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കണ്ടാൽ അതിലെ കണ്ണുകൾ നമ്മുടെ മനസ്സിലേക്ക് തുളഞ്ഞു കയറുന്നത് നേരിട്ട് അനുഭവിക്കാം. ബേണിംഗ് വില്ലേജ് എന്ന ചിത്രത്തിൽ യുദ്ധവും മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയുമെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്ന ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലാണ്. പാഴ്വസ്തുക്കളിൽ നിന്നടക്കം മനോഹര സൃഷ്ടികൾ ഐന തീർക്കുന്നത് കാണേണ്ടത് തന്നെയാണ്. പ്രകൃതിയോടിണങ്ങി നടക്കാനുള്ള തൻ്റെ ആഗ്രഹമാണ് പാഴ്വസ്തുക്കളെ മനോഹര സൃഷ്ടിയാക്കാൻ പ്രേരണയാകുന്നതെന്നും തൻ്റെ കലാമേഖലയിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടതെന്നും ഐന പറയുന്നു. വെറുതെ ട്രൈ ചെയ്ത് നോക്കും. കളർ പെൻസിലും അക്രലിക് പെയിനും വാട്ടർ കളറിലും വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, എക്സ്പെരിമെൻ്റ് ചെയ്യും.
പിന്നെ എക്സ്പെരിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ബ്രിട്ടീഷ് കരിക്കുലം മാറിയത് ഇങ്ങനത്തെ എൻകറേജ്മെൻറ്റ് വന്ന്. ബിഫോർ ദാറ്റ് എനിക്ക് പെന്നും പെൻസിലും യൂസ് ചെയ്യാൻ അറിയും. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മെൻറ്റോർ എനിക്ക് ശരിക്ക് ഈ വാട്ടർ കളറും പിന്നെ ഈ ആക്രിലിക് പെയിൻറ്റ് ശരിക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെല്ലാം പഠിപ്പിച്ചു തന്നെ. ബിഫോർ ദാറ്റ് ഞാൻ വരയ്ക്കുമായിരുന്നു, പക്ഷേ സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇയർ 10 പോകുമ്പം നമുക്കൊരു ബേസ് ലൈൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വർക്ക് കോപ്പി ചെയ്തിട്ട് നമ്മളെ സ്റ്റൈലിൽ തന്നെ ആക്കണം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് വിൻസെൻ്റ് വാൻ ഗോൻ്റെ സ്റ്റാറി നൈറ്റ്. വിൻസെൻ്റ് വാൻ ഗോ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്തൊരു ടീച്ചറിന് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്യാൻ നോക്കി എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും. പിന്നെ ഈ ഞാൻ പെയിൻറ്റിങ് ആക്രിലിക്കിലാണ് ചെയ്തത്, അതെന്നെ വാട്ടർ കളറും. പിന്നെ ആ ഒരു പെയിൻറ്റിങ് വെച്ചിട്ട് എൻ്റെ സീനിയേഴ്സ് അവർ വാൾ പെയിൻറ്റിങ് ചെയ്തു, അത് റെഫറൻസ് എടുത്തിട്ട്. സോ ദാറ്റ് വാസ് സംതിങ് ഓഫ് പ്രൈഡ്. അയിനയ്ക്ക് ഏറ്റവും ഇഷ്ടം മാർവൽ കഥാപാത്രങ്ങളും അവരുടെ ലോകവും ഒപ്പം ഫോർമുല 1 റേസുമാണ്. അതിനാൽ തന്നെ ഇവയുടെ വിസ്മയ കാഴ്ചകളും മുറിയിൽ നിറയെയുണ്ട്. ഒരു ഭാഗത്ത് തനിക്കേറെ ഇഷ്ടപ്പെട്ട കാറുകളും പ്രിയപ്പെട്ട F1 ഡ്രൈവർമാരുടെ ചിത്രങ്ങളുമെല്ലാം അയിന വരച്ചിട്ടിരിക്കുന്നത് ഒറിജിനൽ ഫോട്ടോ തോറ്റുപോകുന്ന അത്ര മികവോടെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സറൗണ്ടിങ് എല്ലാം നോക്കിയിട്ട് വരയ്ക്കുന്നത്. എൻ്റെ മനസ്സിലെല്ലാം നോക്കിയിട്ട് ഐ ബ്രിങ് ദർ ഔട്ട് ആൻഡ് ഡ്രോ. സോ ആ ഒരു റിയലിസമും പിന്നെ അതിൻ്റെ മീനിങ്ങെല്ലാം വെച്ചിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞു, ഓക്കെ ട്രൈ ആൻഡ് ബ്രിങ് മോർ ഓഫ് യുവർ സ്റ്റൈൽ ഇൻ ടു ഇറ്റ്. എൻ്റെ ഓൺ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ യു ഫൈൻഡ് ഔട്ട് വാട്ട്സ് റൈറ്റ് വാട്ട്സ് റോങ്. പിന്നെ അത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യും. ഇത്തരത്തിൽ ഫോർമുല 1 റേസിംഗ് സമയത്തെ പലതരം അപൂർവ നിമിഷങ്ങളെ മത്സരത്തിന്റെ ആവേശം മുഴുവൻ ആവാഹിച്ചെടുത്തെന്ന പോലെ ക്യാൻവാസിലേക്ക് പകർത്തുന്നതിന് ചില്ലറ കഴിവ് മതിയാകില്ല. അതുതന്നെയാണ് ഫോർമുല റേസിംഗിന്റെ ചരിത്രമുറങ്ങുന്ന ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലേക്ക് അയിനയ്ക്ക് ക്ഷണം ലഭിച്ചത്. അയിന വരച്ച ചിത്രം അവർക്ക് സമ്മാനിക്കാൻ കാരണമായതും. 1.8 സെക്കൻഡ് മക്ലാരൻ പിറ്റ് സ്റ്റോപ്പിന്റെ ചരിത്ര നിമിഷമാണ് അയിന ക്യാൻവാസിലേക്ക് മനോഹരമായി പകർത്തിയത്. ഈ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട ചിത്രം സ്വീകരിച്ചതാകട്ടെ സാക്ഷാൽ ബഹ്റിൻ രാജകുടുംബാംഗവും ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിന്റെ സിഇഒയുമായ ഹിസ് ഹൈനസ് സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും. ഒരുപക്ഷെ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ച ഏക മലയാളിയും അയിനയായിരിക്കും. അയിന വരച്ച ചിത്രം ഇനി ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലെ ചുമരിൽ ഓരോ മലയാളിക്കും അഭിമാനമായി നിറഞ്ഞു നിൽക്കും. F1 ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ക്ലാസ്സിലിരുന്നിട്ട് പഠിച്ചൊരു സാധനമാണ്. ബിക്കോസ് നമ്മൾ ഡൗൺ ഫോഴ്സും പിന്നെ ഗ്രാവിറ്റിൻ്റെ എഫക്ട്സ് എല്ലാം പഠിക്കുമ്പോൾ എന്നിട്ട് ഞാൻ സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുമ്പോൾ ഇത് പഠിച്ചത്. പിന്നെ അത് കാണാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കളേഴ്സും അതിൻ്റെ മോഷനും എല്ലാം കണ്ട്. അപ്പോൾ എനിക്ക് അൺയൂഷ്വൽ സാധനം എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇറ്റ്സ് വെരി അൺയൂഷ്വൽ. ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നൊരു സാധനം ഇങ്ങനെ സ്ലോ ആക്കി പിടിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു രസമാണ്. ഇത്ര ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഫ്രീസായിട്ട്, എസ്പെഷ്യലി ഈ പെറ്റ് സ്റ്റോപ്പ് ഉണ്ട്, ഇവർ ടയേഴ്സ് എല്ലാം മാറ്റുന്നത്. ടയേഴ്സ് മാറ്റുന്ന ഈ മോശം പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ഇൻ മാക്സിമം 3 seconds. സോ വെൻ യു ഫ്രീസ് ദിസ് യു സീ 20 people. ഒരു 20 ആൾക്കാരുണ്ടോ ഇതിൻ്റെ ചുറ്റും, ഓൾ വർക്കിംഗ്. അതിങ്ങനെ ഫ്രീസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഐ എം എ വെരി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പേഴ്സൺ. ഡീറ്റെയിൽ എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺയൂഷ്വൽ. അന്ന് മനസ്സു നിറയ്ക്കുന്ന ഒരു അപൂർവ സമ്മാനവും അവർ അയിനയ്ക്ക് നൽകി. ഞാൻ റീസെൻ്റ്ലി ഒരു പെയിൻറ്റിങ് വരച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ കളറും ഗോഷ് വെച്ചിട്ട്. ഇത് മെക്ലാരൻ ഫോർമുല 1 ടീമുണ്ട്. ഇറ്റ്സ് ദ സെക്കൻഡ് മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ, ഫെറാറി കഴിഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടീമാണ് ഫോർമുല 1 അപ്പോൾ അവർ റീസെൻ്റ്ലി 2023 ഖത്തറിൽ അവർ പിറ്റ് സ്റ്റോപ്പ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു 1.8 seconds കഴിഞ്ഞ.
സോ ഈ പിറ്റ് സ്റ്റോപ്പ് പറയുന്ന ഈ ടയേഴ്സും ഫ്രണ്ട് വിങ്ങും കാറിൻ്റെ എല്ലാം ഈ 3 സെക്കൻഡ്സിൽ ചേഞ്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവർ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ റെഡ് ബുൾ ഹാഡ് ദ പ്രീവിയസ് റെക്കോർഡ് ഓഫ് 1.9 സെക്കൻഡ്സ്. ഇവർ 1.8 ആക്കിയിട്ട് 2023 അത് പൊട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇലിസ്ട്രേറ്റീവ് പെയിൻറ്റിങ് ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ പെയിൻറ്റിങ് വെച്ചിട്ടൊരു ഇമെയിൽ അയച്ചു ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്കിറ്റിൽ. ഈ ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്കിറ്റ് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ഫസ്റ്റ് ഫോർമുല 1 റേസ് നടന്നൊരു സ്ഥലമാണ്. സോ ഇറ്റ്സ് എ വെരി ഹിസ്റ്റോറിക്കൽ പ്ലേസ്. സോ അവർക്ക് ഞാൻ അയച്ചു. ദേ വർ ക്വൈറ്റ് ഇംപ്രസ്ഡ്. എന്നിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു ഇങ്ങോട്ടേക്ക് ആ സർക്കിറ്റ് വിസിറ്റ് ചെയ്യാൻ. സോ എൻ്റെ ഫാമിലി ഞാനും ബഹ്റൈൻ വിസിറ്റ് ചെയ്തു. പിന്നെ സർക്കിറ്റിൽ പോയി ദേ ഓഫർഡ് അസ് എ സർക്കിറ്റ് ടൂർ. അത് എന്താ പറയുക നല്ല ഹാപ്പി ആയൊരു സംഭവം. ബിക്കോസ് ഞാൻ ഇതുവരെ ഒരു ഫോർമുല 1 സർക്കിറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൺ. പിന്നെ വി ഗോട്ട് ടു മീറ്റ് ദ CEO ഓഫ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്കിറ്റ്. CEO ഈസ് പ്രിൻസ് സൽമാൻ. ബഹ്റൈനിലൊരു പ്രിൻസാണ് അവർ. സോ അവർക്ക് ഞാൻ ഡയറക്റ്റ്ലി പെയിൻറ്റിങ് പ്രസൻറ്റ് ചെയ്തത് ഓൺ ബിഹാഫ് ഓഫ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്കിറ്റ്. And I was quite happy because of that. ചിത്രം വരെ എന്ന പോലെ സംഗീതത്തിലും അതുല്യ കഴിവാണ് ഈ സകലകലാ വല്ലഭയ്ക്കുള്ളത്. പിയാനോയും ഗിറ്റാറും യുക്കലേലിയുമെല്ലാം അനായാസം അതിഗംഭീരമായി വായിക്കും ഈ കൊച്ചുമിടുക്കി. ഇതെല്ലാം സ്വന്തമായി പഠിച്ചെടുത്തവയാണെന്നാണ് ഏറെ ശ്രദ്ധേയം. അതുതന്നെയാണ് അതിനെ വ്യത്യസ്തയാക്കുന്നതും. യഥാർത്ഥ കലാകാരി എങ്ങനെയാകണമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ കൊച്ചുമിടുക്കി. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനിലേക്ക് താഴ്പ്പം വേറെ പറഞ്ഞ് ഓക്കെ ദസ് എ സർപ്രൈസ് വെയിറ്റിംഗ് ഫോർ യു. ആ സർപ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്കിറ്റ് എപ്പോഴും എവറി ഇയർ ദേ റിലീസ് എ നമ്പർ പ്ലേറ്റ് വിത്ത് ഈ റേസ് നടന്ന ഡേറ്റിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. അത് വെരി സ്പെഷ്യലാണ് ബിക്കോസ് എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല. സോ ആ ഒരു ബ്ലാങ്ക് നമ്പർ പ്ലേറ്റ് എൻ്റെ പാരൻസിൻ്റെ കൈ കൊടുത്തു. പിന്നെ വേറൊരു നമ്പർ പ്ലേറ്റ് എൻ്റെ കൈമ തന്നു. ദിസ് വാസ് എ ലിറ്റിൽ മോർ സ്പെഷ്യൽ ബിക്കോസ് അതിൻ്റെ മുകളിൽ 2 സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓട്ടോഗ്രാഫ്ഡ് ബൈ 2 Formula 1 drivers, Lando Norris and Oscar Piastri, McLaren F1 drivers. I was so happy. ഞാൻ കരയാണ്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ കിട്ടിയിട്ട് എന്താ പറയുക, എനിക്ക് വേർഡ്സ് ഇല്ലേനു എക്സ്പ്രസ് ചെയ്യാൻ ഹൗ ഹാപ്പി ഐ വാസ്. തീർന്നില്ല. പഠിക്കുന്ന ആർക്കിടെക്ചറിൽ മലബാറിന്റെ രുചിപ്പെരുമ കൊണ്ടുവരികയാണ് ഇന്ന് അയിനയുടെ മറ്റൊരു ഹോബി. മലബാറിന്റെ സ്വന്തം മുട്ടമാല എന്ന പലഹാരത്തിന്റെ തീമിൽ ഈ മിടുക്കി നിർമ്മിച്ച വീട് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കഴിവും ഭാവനയും ഒരുമിക്കുമ്പോൾ വിരിയുന്നത് ആരെയും തോൽപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് അയിന. ചിത്രരചനയിലും സംഗീതത്തിലും എന്ന പോലെ കഴിവും ഭാവനയും ഒരുമിക്കുമ്പോൾ വിരിയുന്നത് ആരെയും തോൽപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് അയിന ഷംസുദ്ദീൻ. ചിത്രരചനയിലും സംഗീതത്തിലും എന്ന പോലെ ആർക്കിടെക്ചറിലും ഭാവിയിൽ ഈ മിടുക്കി ഉയരങ്ങൾ കീഴടക്കുമെന്ന് ഉറപ്പാണ്. ഇനിയൊരു മുരിങ്ങ തോട്ടത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സൗദിയിലാണ് ആ ഒരു മനോഹര തോട്ടമുള്ളത്. ഒരു സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ള 15 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ആ മുരിങ്ങ തോട്ടത്തിലെ വിസ്മയ കാഴ്ചകൾ.
നമ്മുടെയൊക്കെ ഇഷ്ടവിഭവമായ മുരിങ്ങയെ സൗദികൾ വിളിക്കുന്നത് അങ്ങനെയാണ്. മുരിങ്ങയല്ല, ഡോക്ടർ മുരിങ്ക. നമ്മുടെയൊക്കെ ഇഷ്ടവിഭവമായ മുരിങ്ങയെ സൗദികൾ വിളിക്കുന്നത് അങ്ങനെയാണ്. മുരിങ്ങയുടെ അപാരമായ ഔഷധ ഗുണം മനസ്സിലാക്കിയത് കൊണ്ടാണ് അറബികൾ അങ്ങനെ വിളിക്കുന്നത്. മുരിങ്ങ നമ്മുടെ ഇഷ്ടവിഭവമാണെന്ന് പറഞ്ഞ് മലയാളികൾ പക്ഷെ മുരിങ്ങയെ അത്രയധികം അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും അറബ് നാട്ടിലെത്തിയാൽ. മുരിങ്ങയില കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം, മുരിങ്ങക്കായ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. അതിനപ്പുറം മുരിങ്ങയെ ഉപയോഗിക്കാൻ സാധാരണ മലയാളിക്ക് അറിയുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ സൗദിയിലെ വിശാലമായ ഈ മുരിങ്ങാത്തോട്ടത്തിൽ നിന്ന് പുറത്തുവരുന്ന വിഭവങ്ങൾ കുറച്ചൊന്നുമല്ല. മുരിങ്ങാപ്പൂക്കളിൽ നിന്നും ഇവിടെ വളർത്തുന്ന തേനീച്ചകൾ മുരിങ്ങ തേൻ തരുന്നു. മുരിങ്ങക്കായയുടെ കുരുവിൽ നിന്നും മുരിങ്ങ എണ്ണ ലഭിക്കുന്നു. മുരിങ്ങ ഇലയിട്ട് ചായ ഉണ്ടാക്കുന്നു. ഇതിനു പുറമെ മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ, വയറ് സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മുരിങ്ങാപ്പൊടി ഔഷധമാണെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുരിങ്ങാപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്നാണ് സ്വദേശികൾ പറയുന്നത്. മുട്ടുവേദന, സന്ധിവേദന, മുടികൊഴിച്ചിൽ തുടങ്ങിയവയ്ക്ക് എണ്ണയും പ്രയോജനപ്പെടും. اليوم احنا في مزرعة المورينجا ودكتور مورينجا الدكتور عبد العزيز العبيدة الله يعطيه العافية، فهو المزارع الأول في المملكة العربية السعودية لهذه الشجرة المباركة، سواء من بودرة المورينجا المستخرجة من الأوراق أو كذلك من البودرة المستخرجة من القرون أو العسل المستخرج من زهور المورينجا أو من الزيت المستخرج من هذه البذرة من قرون المورينجا اليابسة. ഏകദേശം 20 ഏക്കറിൽ നിരന്നു കിടക്കുന്ന മുരിങ്ങത്തോട്ടം. ഡോക്ടർ മുരിങ്ങ എന്ന അറബികൾക്കിടയിൽ നാമകരണത്തിലൂടെ പ്രശസ്തമായ മുരിങ്ങത്തോട്ടത്തിൽ വന്നാൽ നിങ്ങൾ കാണുന്ന വല്ലാത്ത ഒരു കാഴ്ചയുണ്ട്. ഏകദേശം 6 രാജ്യങ്ങളിൽ നിന്നും മുരിങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ആ മുരിങ്ങയിൽ നിന്നും സാധാരണയിൽ വിഭിന്നമായി മുരിങ്ങ ചായ മുതൽ മുരിങ്ങ ഷോർബ മുതൽ പിന്നെ മുരിങ്ങ തേൻ, മുരിങ്ങ എണ്ണ, മുരിങ്ങ പേസ്റ്റ് അടക്കമുള്ളതെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന മലപ്പുറം സ്വദേശികളായ 2 സഹോദരങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കഥ പറയുന്ന വളരെ വിശാലമായ ഒരു മുരിങ്ങത്തോട്ടം. സൗദിയിലെ ഹായിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ അൽ ഖാദ് തുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങാത്തോട്ടമുള്ളത്. 15 ഏക്കർ സ്ഥലത്ത് 10,000-ത്തിലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ. ഇന്ത്യയിൽ പോയി മുരിങ്ങയുടെ ഔഷധ ഗുണം പഠിച്ചു മനസ്സിലാക്കി സൗദി പൗരനായ അബ്ദുൽ അസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത്. നടത്തിക്കൊണ്ടു പോകുന്നതാകട്ടെ നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷിഹാബും. ഇവിടെ മുരിങ്ങ പരിപാലിക്കുന്നത് തൈകൾ വെച്ച് എന്നല്ലാതെ ഇതെങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്ക് ഇത് അറിയാതെ വന്നപ്പം ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു 20 വർഷത്തോളം കെഫീലിൻ്റെ സ്പോൺസറോട് കൂടെ തന്നെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് കരുളായിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തുള്ള ആളുകളെ ഞങ്ങൾക്ക് മുരിങ്ങനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളിത് പരിപാലനം ഏൽപ്പിക്കുകയും അതിനുശേഷം പിന്നെ ഈ മുരിങ്ങയിൽ നിന്ന് ഒരു കിട്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങളിതിന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. 6 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം മുരിങ്ങാച്ചെടികൾ ഇവിടെയുണ്ട്. കേരളത്തിൽ മുരിങ്ങ സുലഭമായി ലഭിക്കുമെങ്കിലും പാഴാക്കി കളയുകയാണ് എന്നാണ് ഇവരുടെ പരാതി. മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം. എങ്ങനെ വേണം ഇത് ഉപയോഗിക്കാനെന്ന് ബീരാൻ തന്നെ പറഞ്ഞു തരും. നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളാത്ത രീതിയിൽ ഉണക്കിയെടുത്തിട്ട് ഇതിൻ്റെ കൊമ്പും കോച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം ഗ്രീൻ ടീ ആയിട്ട് ഉപയോഗിക്കുന്നു. അത് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണത്, പൊടി ഷുഗർ, കൊളസ്ട്രോൾ പോലത്തെ പിന്നെ നമ്മളെ രോഗങ്ങൾക്ക് വെള്ളത്തിൽ ചൂടാക്കി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒരു 45 ദിവസം എങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. ഇത് നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. കാരണം സൗദി അറേബ്യ നാട്ടിൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുരിങ്ങാമരം വൃക്ഷം പറഞ്ഞാൽ ആരും തള്ളിക്കളയരുത്. കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ 4 ടൺ പൗഡറാണ് ഇവിടെ വിറ്റുപോയത്. മുരിങ്ങയുടെ കൊമ്പുകൾ പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു. മുരിങ്ങയ്ക്ക് പുറമെ മുന്തിരി, നാരങ്ങ, പപ്പായ, റുമാൻ, അത്തിപ്പഴം, സൈത്തൂൻ, മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്.
ഈ വർഷത്തെ റിയാദ് ഫെസ്റ്റിവലിന് ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഒക്ടോബർ 15-നാണ് റിയാദ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫെസ്റ്റിവലിൻ്റെ 5ാമത്തെ സീസണാണ് ഇത്തവണ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1 കോടിയിലേറെ സന്ദർശകരാണ് റിയാദ് ഫെസ്റ്റിവലിനെത്തിയത്. ഏറെ വിസ്മയകരമായ കാഴ്ചകളാണ് ഇത്തവണ റിയാദ് ഫെസ്റ്റിവലിൽ സൗദി അറേബ്യ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിനോദോത്സവങ്ങളിൽ ഒന്നായ റിയാദ് സീസണിന്റെ 5ാം പതിപ്പിന്റെ പ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച റിയാദിൽ വെച്ച് നടന്നു. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖാണ് 5ാം പതിപ്പിന്റെ വിശദ വിവരങ്ങൾ അറിയിച്ചത്. 7.2 മില്യൺ ചതുരശ്ര മീറ്റർ പ്രദേശത്താണ് ഉത്സവം അരങ്ങേറുക. സെപ്റ്റംബർ 27-ന് നടക്കുന്ന ആഫ്രിക്കൻ സൂപ്പർ കപ്പ് മത്സരത്തോടെയാണ് റിയാദ് സീസൺ ഉത്സവം അനൌദ്യോഗികമായി ആരംഭിക്കുക. 14 വിനോദ മേഖലകൾ, 11 ലോക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ, 10 എക്സിബിഷനുകൾ, 4200 കരാറുകൾ, 2100 കമ്പനികൾ എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബോളിവുഡ് വേൾഡ് തന്നെയാണ് ഇത്തവണയും പ്രധാന വേദി. ഇതിനു പുറമെ കിങ്ഡം അറീന 2 ലക്ഷം സന്ദർശകരെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ 40% അധിക ശേഷി വിപുലീകരിച്ചിട്ടുണ്ട്. 4 അന്താരാഷ്ട്ര പരിപാടികളാണ് ഇവിടെ നടക്കുക. പഴയ വിമാനങ്ങളുടെ ഷോയുമായി ബോളിവുഡ് റൺവേ ആണ് ഇത്തവണത്തെ പ്രധാന ആകർഷണ കേന്ദ്രം. ബോയിങ് 777-ന്റെ 3 പടുകൂറ്റൻ വിമാനങ്ങളാണ് ഇവിടെ എത്തിക്കുക. പ്രതിദിനം 9000 സന്ദർശകരെ ഉൾക്കൊള്ളാൻ പാകത്തിൽ സജ്ജീകരിച്ച റൺവേയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കും. 9000 സന്ദർശകരെ പ്രതിദിനം സ്വീകരിക്കാൻ ശേഷിയുള്ള ബോളിവുഡ് വേൾഡിൽ ഇന്ത്യ ഉൾപ്പെടെ സൗദി, തുർക്കി, ആഫ്രിക്ക, ഇറാൻ അടക്കം 16 രാജ്യങ്ങളുടെ പവലിയനുകൾ ഉണ്ടായിരിക്കും. ഒട്ടക സവാരി, ഫാൽക്കൺ ഷോ, ക്യാമ്പിംഗ്, ഡെസേർട്ട് കാറുകൾ എന്നിവയ്ക്ക് ഡൂൺസ് ഓഫ് അറേബ്യ മേഖലയിലാണ് വേദി ഒരുക്കുന്നത്. ഡോഗ് ലവേഴ്സിനും ഇത്തവണ നിരാശപ്പെടേണ്ടി വരില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന 3,50,000-ഓളം വേട്ട നായ്ക്കൾ പങ്കെടുക്കുന്ന 5 ഡോഗ് ചാമ്പ്യൻഷിപ്പുകളാണ് ഇത്തവണ റിയാദ് സീസണിൽ അരങ്ങേറുക. ബോളിവുഡ് സിറ്റിയാണ് പ്രദർശന വേദി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നായ റിയാദ് മൃഗശാല ഇത്തവണയും റിയാദ് സീസണിന്റെ ഭാഗമായി വേദികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ അപൂർവങ്ങളായ അനവധി മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഇവിടെ ഇത്തവണയും പ്രവേശനം സൗജന്യമായിരിക്കും. ലോക പ്രശസ്ത ടെന്നീസ് താരങ്ങളെ പങ്കെടുപ്പിച്ച് ദി വെന്യൂ ഏരിയയിൽ ടെന്നീസ് ടൂർണമെന്റാണ് റിയാദ് സീസണിന്റെ പ്രധാന പരിപാടികളിൽ ഒന്ന്. 50 ദിവസം കൊണ്ടാണ് ഈ ഏരിയ നിർമ്മിച്ചത്. 5ാമത് ജോയ് അവാർഡ്സ്, പവർ സ്ലാപ്പ്, ലാറ്റിൻ നൈറ്റ് അടക്കം വിവിധ ഫാഷൻ പരിപാടികൾ, എഫി അവാർഡ്സ്, UFC ചാമ്പ്യൻഷിപ്പ്, ക്രൗൺ ജ്വൽ, ഗുസ്തി മത്സരം എന്നീ ജനപ്രിയ പരിപാടികളും റിയാദ് സീസണിന്റെ ഭാഗമായിരിക്കും. 11 ആഗോള മത്സരങ്ങളും 100-ലധികം പ്രദർശനങ്ങളും ഇത്തവണ മേളയുടെ ഭാഗമായി നടക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 70% അധിക ശേഷിയോടെയാണ് ഇത്തവണ മേള സംഘടിപ്പിക്കുന്നത്. പാരീസ്, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിലെ പ്രദർശനത്തിന് ശേഷം ആദ്യമായി ക്രിസ്റ്റ്യൻ ഡിയോർ എക്സിബിഷനും റിയാദ് സീസണിൽ ഇത്തവണയുണ്ടായിരിക്കും. കാഴ്ചക്കാരെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഹാരി പോട്ടർ പ്രദർശനവും ഇത്തവണത്തെ സവിശേഷതയാണ്. ബോക്സിംഗ് താരങ്ങളായ ടൈസൺ ഫ്യൂരിയും അലക്സാണ്ടർ യൂസിക്കും തമ്മിൽ ഡിസംബർ 21-ന് ബോളിവുഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരം ഇത്തവണയും മേളയുടെ ഭാഗമായി ഉണ്ടാകും. രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷ്യം വഹിച്ചവരുടെ കുട്ടികൾക്ക് മേളയിൽ 1 ദിവസത്തെ പൂർണ്ണ സൗജന്യ സന്ദർശനവും അനുവദിക്കും. കഴിഞ്ഞ തവണ നടന്ന റിയാദ് സീസണിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1 കോടിയിലേറെ ആളുകളാണ് എത്തിയത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സന്ദർശകരുടെ എണ്ണം ഇത്തവണ 25%-ലധികം വർദ്ധിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത 6 മാസക്കാലം റിയാദ് നഗരം ഉറക്കമില്ലാത്ത ഉത്സവരാത്രികളാൽ ഉണർന്നിരിക്കുമെന്ന് ഉറപ്പാണ്. അറേബ്യ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.